ഒരു കെട്ടുകഥ പോലെ ജെഫ്രി എപ്സ്റ്റീൻ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന കുപ്രസിദ്ധൻ? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? സിനിമാ കഥയെ വെല്ലുന്നതാണ് എപ്സ്റ്റീൻ്റെ ജീവിതം. അമേരിക്കയിലെ ബ്രൂക്ലിനിലെ സ്കൂൾ അധ്യാപകനിൽ നിന്ന് ശതകോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറിയ ഒരു സസ്പെൻസ് ത്രില്ലറിനെ വെല്ലുന്ന ജീവിതം. കരീബിയനിലെ ഒരു സ്വകാര്യ ദ്വീപ് എപ്സ്റ്റീൻ്റെ വൈകൃതങ്ങളുടെ കേന്ദ്രമായി മാറി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അവിടെ എത്തിച്ച് ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. 2005 ഈ ക്രൂരതകൾ പുറത്തു വന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ എപ്സ്റ്റീനെ 2019 ഓഗസ്റ്റ് 10 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ലൈംഗിക കുറ്റവാളിക്കെതിരെ US അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എപ്സ്റ്റീൻ ഫയൽസ് വിവാദ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചു. 30 ലക്ഷത്തിലേറെ പേജുകൾ, 2000-ലധികം വീഡിയോകൾ, 2 ലക്ഷത്തോളം ഫോട്ടോകൾ. അവയിൽ ട്രംപും ക്ലിൻ്റനും മൈക്കിൾ ജാക്സനും ഉൾപ്പെടെയുള്ള VVIPകളുടെ പേരുകൾ. ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ ഇലോൺ മസ്ക് ഉന്നയിച്ച ആരോപണമാണ് എപ്സ്റ്റീൻ ഫയൽസിനെ വിവാദമാക്കിയത്. എപ്സ്റ്റീൻ നടത്തിയ ബാലപീഡനങ്ങളിൽ ട്രംപിനും പങ്കുണ്ടെന്നായിരുന്നു മസ്കിൻ്റെ ആരോപണം. പ്രതിപക്ഷം മസ്കിൻ്റെ ആരോപണങ്ങൾ ഏറ്റെടുത്തു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രേഖകൾ പുറത്തുവിട്ടത്. ജെഫ്രി എപ്സ്റ്റീൻ ഒരേ സമയം നിരവധി സ്ത്രീകളെ ഗർഭിണികളാക്കി തൻ്റെ വംശവർദ്ധനവിന് പദ്ധതിയിട്ടിരുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ട്. സോറോ റാഞ്ച് എന്നറിയപ്പെടുന്ന ന്യൂ മെക്സിക്കോയിലെ എപ്സ്റ്റീൻ്റെ സ്വകാര്യ തോട്ടത്തിൽ സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. 2001-2006 കാലയളവിലുള്ള എപ്സ്റ്റീൻ്റെ പല സ്വകാര്യ സംഭാഷണങ്ങളിലും അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. 2001-നും 2006-നും ഇടയിൽ ചില ശാസ്ത്രജ്ഞരടക്കം പങ്കെടുത്ത അത്താഴവിരുന്നുകളിലാണ് എപ്സ്റ്റീൻ തൻ്റെ ആഗ്രഹം പങ്കുവച്ചിരുന്നത്. 33,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സോറോ റാഞ്ച് സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാനുള്ള താവളമായി ഉപയോഗിക്കാനായിരുന്നു എപ്സ്റ്റീൻ്റെ ആഗ്രഹം. ഒരേ സമയം 20ഓളം സ്ത്രീകളെ പാർപ്പിച്ച് ബീജസങ്കലനത്തിലൂടെ അവരെ ഗർഭിണികളാക്കി തൻ്റെ കുട്ടികൾക്ക് ജന്മം നൽകാനാണ് എപ്സ്റ്റീൻ ആഗ്രഹിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തൻ്റെ ശരീരം സംരക്ഷിക്കുന്നതിനുള്ള താൽപ്പര്യത്തെക്കുറിച്ചും എപ്സ്റ്റീൻ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നതായാണ് വിവരം. മരണശേഷം തൻ്റെ തലയും ജനനേന്ദ്രിയവും ശീതീകരിച്ച് സൂക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു. അതിനിടെ എപ്സ്റ്റീൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്നു എന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. കാനിബാൾ എന്ന വാക്ക് 52 തവണ എപ്സ്റ്റീൻ ഫയലുകളിലെ ഇമെയിലുകളിലും മറ്റ് രേഖകളിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് എപ്സ്റ്റീൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചെന്ന പ്രചാരണം വ്യാപിക്കുന്നത്.